മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരാളാണ് ക്ലിനിക്കൽ പാർട്ണർ എന്ന് പറയുന്നത്. സോ എന്റെ ക്ലിനിക്കൽ പാർട്ണറിനെ ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഹൈദരാബാദിലേക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ട് ട്രെയിനിൽ പോയപ്പോഴാണ്. കോട്ടയത്തെ സ്റ്റേഷനിൽ വെച്ചിട്ട് അവളെക്കാൾ വലിയൊരു പെട്ടി ട്രെയിനിൽ കേറാൻ പറ്റാത്ത ഒരു പെട്ടിയുമായിട്ട് ഞങ്ങളുടെ ആ ബോഗി കുലുക്കി കുലുക്കി വരുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈം എന്റെ പാർട്ണറിനെ മീറ്റ് ചെയ്തത്. അവിടുന്ന് തുടങ്ങി എന്റെ 4 വർഷം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ആൻഡ് ഇഷ്ടംപോലെ മെമ്മറീസ് നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ആളെക്കുറിച്ച് പറയാനാണെങ്കിൽ ആള് പഠിച്ചതും വളർന്നതും ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ്. ഇവൾക്ക് ഹിന്ദി അറിയാവുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പ്ലേസ്മെന്റിന് പോകുമ്പം അവിടുത്തെ ഡോക്ടർമാരെ നഴ്സുമാരെക്കാട്ടിലും കൂടുതൽ നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയിരുന്നത് അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുമായിട്ടും അതുപോലെ തന്നെ കേറ്ററിംഗ് സർവീസിലുള്ള ചേട്ടന്മാരുമായിട്ടാണ്. അതുകൊണ്ട് എന്റെ 4 വർഷത്തിൽ എനിക്ക് ഒരിക്കൽ പോലും പട്ടിണി കിടക്കണം വന്നില്ല. ഇവള് തെണ്ടിയിട്ടായാലും നമ്മൾ നല്ലോണം കഴിക്കുമായിരുന്നു. ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളും ഒക്കെ പേഷ്യൻസിന് തെലുങ്കിനെടുക്കുന്നതിന് മുന്നേ തന്നെ ആള് പോയിട്ട് ഹിന്ദിയിൽ ഇതെല്ലാം പറഞ്ഞു വെക്കുന്നതുകൊണ്ടും ഞാൻ അവിടെ പോയിട്ട് പൊട്ട തെലുങ്ക് പറഞ്ഞാലും പേഷ്യൻസ് എല്ലാം മനസ്സിലായ പോലെ എനിക്ക് അഭിനയിച്ചിരുന്നു. വഴിയിൽ പോകുന്ന എല്ലാ വള്ളിയും ഒന്നുപോലും ഇടാതെ പിടിച്ചെടുത്തോണ്ട് വന്നിട്ട് എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതുന്നതായിരുന്നു ഞങ്ങളുടെ 4 വർഷത്തിലെ പ്രധാന വിനോദം എന്ന് പറഞ്ഞിരുന്നത്. ആളുടെ കൂടെയുള്ള എന്റെ 4 വർഷം ഇഷ്ടം പോലെ മെമ്മറീസ് ആയിരുന്നു. ആൻഡ് ഇപ്പോ ആള് മാൾട്ടയിൽ ഈ വിനോദങ്ങളൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു പേഷ്യൻസിന്റെ അടുത്ത്. അപ്പോ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലിനിക്കൽ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഡു മെൻഷൻ ഗൈസ്.